എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. പാണ്ഡവ കൗരവ കുമാരന്മാർ തങ്ങളുടെ അഭ്യാസ പാടവം ഗുരുജനങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം ദ്വാരവേദിയിൽ ഇടിവെട്ടും പോലെ ഒരു കൈകൊട്ടൽ കേൾക്കായി. അതാരെന്ന് എല്ലാവരും അമ്പരപ്പോടെ നോക്കി നിൽക്കവേ തേജസ്വിയായ യുവാവ്, സാക്ഷാൽ സൂര്യപുത്രനായ കർണൻ സിംഹനട നടന്ന് വേദിയിലെത്തി നീണ്ടു നിവർന്നു നിന്നു. ആ വീരമണ്ഡലത്തെ ഒന്ന് ചുറ്റി നോക്കി. ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും ചെറുതായൊന്ന് വന്ദിച്ചു. എന്നിട്ട് വില്ലേന്തി നിൽക്കുന്ന അർജുനനിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് ഗംഭീര സ്വരത്തിൽ വെല്ലുവിളിച്ചു. അർജുനനോട് താൻ കാട്ടിയ ഈ ആയോധന വിദ്യകളെല്ലാം തന്നേക്കാൾ മെച്ചമായ രീതിയിൽ ഞാനിവിടെ കാട്ടുന്നതാണെന്നും അത്രയ്ക്ക് അഹങ്കരിക്കണ്ട എന്നും കർണൻ പറയുകയുണ്ടായി. ഇതെല്ലാം കണ്ട് കാണികൾ അത്ഭുതപ്പെട്ടു. ദുര്യോധനൻ ആഹ്ലാദത്താൽ മതിമറന്നു. അർജുനന്റെ പുരികക്കൊടികൾ ക്രോധത്താൽ ചുളിഞ്ഞു. ദ്രോണർ അനുമതി നൽകിയ ഉടൻ കർണൻ അതിവേഗത്തിൽ അർജുനൻ കാട്ടിയ ധനുർവിദ്യകളെല്ലാം തെരുതെരെ കാട്ടുകയായി. എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ്. ആ സമയം ദുര്യോധനൻ സഹോദരന്മാരോടൊപ്പം ഓടിച്ചെന്ന് ആ അത്ഭുത കർമാവായ യുവാവിനെ വാരിപ്പുണർന്നു. അദ്ദേഹം കർണന് സ്വാഗതമോദി. അങ്ങയുടെ വരവ് എൻ്റെ ഭാഗ്യമത്രേ. ഇതാ ഞാനും എൻ്റെ നാടും അങ്ങയുടെ ഇഷ്ടം കാത്തു നിൽക്കുന്നു. ഈ സ്നേഹോക്തികൾ കേട്ട് മനം കുളിർത്ത് കർണൻ ദുര്യോധനന്റെ കൈ പിടിച്ചു പറഞ്ഞു, നന്ദി പ്രഭോ. എനിക്കൊരാഗ്രഹമുണ്ട്. അർജുനനോട് ദ്വന്ദ്വയുദ്ധത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു. ദുര്യോധനൻ ആഹ്ലാദത്തോടെ പറഞ്ഞു, വീര, നീ എന്നും എന്നോടൊപ്പം ഉണ്ടാവുക. നീ എന്നും ശത്രുക്കളുടെ ശിരസിൽ ചവിട്ടുന്നവനാവട്ടെ. കോപാകുലനായ പാർത്ഥൻ കർണനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഹേ കർണ, വിളിക്കാതെ വരുന്നവർക്കും ചോദിക്കാതെ മറുപടി പറയുന്നവർക്കുമുള്ള ലോകത്തായിരിക്കും നിന്റെ വാസം. നിന്നെ ദ്വന്ദ്വയുദ്ധത്തിൽ ഞാൻ വധിക്കുമ്പോൾ മത്സരവേദിയിൽ എല്ലാവരും സമന്മാരാണെന്നും ഗുരുവിന്റെ മുന്നിൽ വെച്ച് തന്നെ താൻ അർജുനന്റെ തലയറുത്തിടുമെന്നും കർണൻ പറയുകയുണ്ടായി. ഗുരുവിനെ വന്ദിച്ച് ദ്വന്ദ്വയുദ്ധത്തിന് അനുമതി തേടി അർജുനൻ പോരിനൊരുങ്ങവേ സഹോദരന്മാർ അവനെ മുറുകെ പുണർന്ന് ആശംസകൾ നൽകി. ദുര്യോധനാദികൾ ആശ്ലേഷിച്ചും കൈപിടിച്ചണച്ചും കർണനും ആശംസകൾ നൽകി. അർജുനനും കർണനും പോരിനിറങ്ങി. തേജസ്വികളും അതിസുന്ദരന്മാരും മഹാവീരന്മാരുമായ ആ ഇരുവരും നേർക്കുനേർ നിൽക്കവേ ഇടിമുഴങ്ങി. ആകാശം പെട്ടെന്ന് കാർമേഘങ്ങളാൽ നിറഞ്ഞു. ദേവേന്ദ്രൻ തൻ്റെ പുത്രനെ ഇഷ്ടത്തോടെ നോക്കുന്നത് കണ്ട സൂര്യദേവൻ ശുണ്ഠിയോടെ പെട്ടെന്ന് തൻ്റെ പുത്രന്റെ മുകൾ ഭാഗത്തുള്ള മേഘങ്ങളെ ആട്ടി അകറ്റി. കർണന്റെ ശിരസിനുമേൽ ആകാശം തെളിഞ്ഞ് കടും വെയിൽ തട്ടി ജന്മസിദ്ധമായ പൊൻചട്ടയും കുണ്ടലങ്ങളും വെട്ടിത്തിളങ്ങി. ദുര്യോധനാദികൾ കർണപക്ഷത്തും ഭീഷ്മദ്രോണാദികളും പാണ്ഡവരും അർജുനപക്ഷത്തും നിലകൊണ്ടു. കാണികളും രണ്ടു ഭാഗമായി തിരിഞ്ഞ് ആരവം മുഴക്കി തുടങ്ങി. പെട്ടെന്നതാ റാണിമാരും അന്തഃപുര സ്ത്രീകളും ഇരിക്കുന്ന വേദിയിൽ ഒരു ബഹളം. ആരോ ബോധം കെട്ട് വീണിരിക്കുന്നു. ആരാണത്? കുന്തിദേവിയല്ലേ? വിതുരരും ദാസിമാരും ഓടിയെത്തി വെള്ളം തെളിച്ചും വീശിയും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പതുക്കെ ബോധം തെളിഞ്ഞ കുന്തിദേവി കൺമിഴിച്ചു നോക്കവേ അതാ വേദിയിൽ നീണ്ടു നിവർന്ന് വില്ലേന്തി നിൽക്കുന്ന ആ വീരകുമാരന്റെ മുഖം. താൻ മനസ്സിൽ എന്നും കണ്ണീരിൽ കുളിപ്പിച്ചു സൂക്ഷിക്കുന്ന ഒരു പിഞ്ചുമുഖം തന്നെയാണെന്ന് ആ അമ്മ തിരിച്ചറിയുന്നു. ജ്വലിക്കുന്ന ആ കുണ്ടലങ്ങളും നെഞ്ചത്ത് ചേർന്ന് കിടക്കുന്ന ജന്മസിദ്ധമായ പൊൻചട്ടയും മറ്റാർക്കുണ്ടാവാനാണ്? ബാലസൂര്യ തുല്യമായ ഈ തേജസ്സുറ്റ മുഖം മറ്റൊരാൾക്ക് എങ്ങനെ ഉണ്ടാവാനാണ്? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന് എതിരാളിയായി നിൽക്കുന്നതോ തൻ്റെ പൊന്നോമന പുത്രൻ അർജുനൻ. പരസ്പരം വധിക്കുവാൻ കരളുറപ്പിച്ച് തമ്മിൽ തറച്ചു നോക്കിക്കൊണ്ട് കുതികൊണ്ടു നിൽക്കുകയാണ് ഇരുവരും. ആ അമ്മയുടെ കണ്ണുകൾ വീണ്ടും മോഹാലസ്യത്തിൽ അടഞ്ഞു. കൃപാചാര്യർ മുന്നോട്ട് വന്ന് ദ്വന്ദ്വയുദ്ധമുറകൾ വിശദീകരിച്ചു. ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുന്നവർ ഓരോരുത്തരായി തൻ്റെ പേരും അച്ഛനമ്മമാർ ആരെന്നതും കുലവും പറഞ്ഞു പരിചയപ്പെടുത്തുക. സമമായ കുലവും ആചാരവും ഉള്ളവർ തമ്മിൽ മാത്രമേ ദ്വന്ദ്വയുദ്ധം അനുവദനീയമാവുകയുള്ളൂ. ഇതുകേട്ട കർണന്റെ മുഖം മ്ലാനമാകുന്നതും കുനിയുന്നതും ദുര്യോധനൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി, ശാസ്ത്രമനുസരിച്ച് 3 പേർ ഇതിനർഹരാകുന്നു. കുലീനൻ, മഹാശൂരൻ, രാജാവ്. ഈ വീരനെ ഇതാ ഞാൻ അംഗരാജാവായി പ്രഖ്യാപിക്കുന്നു. അർജുനൻ ഒരു രാജാവിനോട് പോരാടട്ടെ. ഉടൻ തന്നെ കിരീടധാരണത്തിലുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയായി.
തന്റെ സുഹൃത്തിന്റെ കൈ പിടിച്ച് സുവർണ സിംഹാസനത്തിലിരുത്തി. കർണന്റെ ശിരസിൽ കിരീടമണിയിച്ച് പൊൻകുടത്തിൽ നിന്ന് അഭിഷേകജലം ചൊരിഞ്ഞ് ഇതാ കർണനെ അംഗരാജാവായി ഞാൻ വാഴിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ശംഖനാദവും പടഹങ്ങളും മുഴങ്ങി. കർണൻ ദുര്യോധനന്റെ കരം ഗ്രഹിച്ച് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി: ഈ രാജ്യദാനത്തിനു പകരം എന്റെ പ്രാണൻ അങ്ങേക്ക് നൽകുന്നു. ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്നും എന്റെ തോഴനായിരിക്കുക എന്ന് ദുര്യോധനൻ ആനന്ദത്തോടെ പറഞ്ഞു. ആ സമയം പ്രവേശന കവാടത്തിലൂടെ ഒരാൾ കിതച്ച് തളർന്ന് വടി കുത്തിക്കൊണ്ട് തിരക്കിട്ട് വരുന്നത് കാണായി. തോളിലിട്ടിരുന്ന വസ്ത്രം വീണിഴഞ്ഞ് വിയർത്തും കണ്ണീരൊഴുക്കിയും വരുന്ന ആ മനുഷ്യനെ കണ്ട കർണൻ അരികിലേക്ക് ഓടിച്ചെന്നു. അഭിഷേക തീർത്ഥം കൊണ്ട് നനഞ്ഞ സ്വർണക്കിരീടം തിളങ്ങുന്ന ശിരസ് നമിച്ച് ആ പാദങ്ങളിൽ തൊട്ടു വണങ്ങി. മകനെ എന്ന് വിളിച്ചും പൊട്ടിക്കരഞ്ഞും ആ മനുഷ്യൻ, അതിരഥനെന്ന വൃദ്ധനായ തേരാളി, തന്റെ തോളില് തോർത്തുകൊണ്ട് കർണന്റെ നനഞ്ഞ ശിരസ്സും മുഖവും തുടച്ച് മാറോടണച്ച് തഴുകി. ഈ രംഗം കണ്ട് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കിയ ഭീമസേനൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ഹേ സൂതപുത്ര, നീ പാർത്ഥന്റെ കൈകൊണ്ട് ചാവാൻ ഒരുങ്ങണ്ട. നിന്റെ കൈകൾക്ക് ചമ്മട്ടിയാണ് ചേർച്ച. ഹോമകുണ്ടത്തിൽ നിന്ന് നായ ഹവിസ് തട്ടിയെടുക്കുന്ന പോലെയത്രേ നീ അംഗരാജ്യത്തിന്റെ ഭരണമേൽക്കുന്നത്. ഈ ദുർവാക്ക് കേട്ട് ചുണ്ടുകൾ വിറച്ചുകൊണ്ട് കർണൻ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ ഒന്ന് നോക്കി നെടുവീർപ്പിട്ടു. മതിച്ച ആനയെപ്പോലെ ദുര്യോധനൻ മുന്നോട്ട് ചാടി ഭീമനോട് ഗർജിച്ചു. അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: യുദ്ധം ക്ഷത്രിയ ധർമ്മമാണ്. വീരന്മാരുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാനാവുമോ? വെള്ളത്തിൽ നിന്ന് തീയുണ്ടാകുന്നു. ദധീചി മഹർഷിയുടെ അസ്ഥിയിൽ നിന്നത്രേ ദേവേന്ദ്രന്റെ മഹാവ്രജ ഉത്ഭവിച്ചത്. ആചാര്യ ദ്രോണൻ കുടത്തിൽ പിറന്നവനാണ്. ദേവന്മാരുടെ ഉൽപ്പത്തി കഥകൾ വിചിത്രമത്രേ. നിങ്ങൾ പാണ്ഡവന്മാർ ജനിച്ചതെങ്ങനെയെന്നും എനിക്കറിയാം. ജന്മനായുള്ള പൊൻചട്ടയും കുണ്ടലങ്ങളും തിളങ്ങുന്ന ഈ വീരൻ സൂര്യനെ പോലെ തേജസ്സുള്ളവൻ. ഇവൻ അംഗരാജ്യമല്ല, ഭൂമി മുഴുവൻ വാഴാൻ യോഗ്യനാണ്. പുലി മാനിൽ പിറക്കുകയില്ലെന്നറിയുക. അവർ തമ്മിൽ തർക്കിച്ചു നിൽക്കവേ അതാ സൂര്യൻ മറഞ്ഞു. അസ്തമനമാകയാൽ ഇനി പോരില്ല. ദുര്യോധനൻ പുതിയ തോഴനായ കർണന്റെ കൈ പിടിച്ച് സഹോദരന്മാരോടും അനുയായികളോടുമൊപ്പം സ്വന്തം കൊട്ടാരത്തിലേക്ക് പോയി. പണ്ട് ആറ്റിൽ ഒഴുക്കിവിട്ട സ്വന്തം കുഞ്ഞിനെ ദിവ്യ ചിഹ്നങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ കുന്തിദേവി മകനോടുള്ള പുറത്തറിയിക്കാനാവാത്ത പ്രേമം കൊണ്ട് ഉള്ളുനീറിയും മഹാവീരനായ കർണനെ സ്വന്തമായി കിട്ടിയതിൽ ഏറ്റവും ആഹ്ലാദിക്കുന്ന ദുര്യോധനൻ ആശ്വാസത്തോടെയും വസിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.